വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. ഞാൻ എൻ്റെ ഈ ചാനലിൽ ജനറ്റിക് മാപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സീരീസ് ഓഫ് ക്ലാസ്സസ് ആയിരുന്നു കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു ജനറ്റിക് മാപ്പിംഗിൽ ഫിസിക്കൽ മാപ്പിംഗ് എന്ന് പറയുന്ന കാറ്റഗറീൻ്റെ അണ്ടറിൽ 2 പോയിന്റ് ആൻഡ് 3 പോയിന്റ് മാപ്പിംഗ് ഉണ്ട്. അതിൽ എക്സാം ഓറിയന്റഡ് ആയിട്ട് 3 പോയിന്റ് മാപ്പിംഗ് എപ്പോഴും ചോദിക്കുന്നതാണ് അതിൻ്റെ കാൽക്കുലേഷൻ. ആ ഒരു കാൽക്കുലേഷൻ ആണ് വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ നോക്കാം. In a 3-point test cross experiment in Drosophila melanogaster, 3 genes A, B, C are studied. The following progeny were obtained. ഈ ഒരു ടേബിളിൽ കാണുന്ന progenies ആണ്. ആ ഒരു ക്രോസ് നമ്മൾ 3 gene ക്രോസ് വരുമ്പോൾ 8 ടൈപ്സ് ഓഫ് ഓസ്പ്രിങ്സ് ആണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അതിൽ പാരന്റൽ ക്രോസ് ഉണ്ടായിരിക്കും, ഡബിൾ ക്രോസ് ഓവറും സിംഗിൾ ക്രോസ് ഓവർ ഓസ്പ്രിങ്സും ആണ് ഉണ്ടായിരിക്കുക കേട്ടോ. ഒരു 8 ഓസ്പ്രിങ്സ് ഈ ഒരു ടേബിൾ ബേസ് ചെയ്തിട്ട് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് ഒന്നാമത്തത് ജീൻ ഓർഡർ, അതായത് എ ബി സി എന്ന് പറയുന്നത് എ ബി സി തന്നെയാണോ അല്ലെങ്കിൽ സി ആണോ നടുവിൽ, എ ആണോ നടുവിൽ എന്നുള്ള ഓർഡർ നമുക്കറിയില്ല. ഏത് ജീനാണ് മിഡിലിൽ വരുന്നത് എന്ന് കണ്ടുപിടിക്കലാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് അത് കണ്ടുപിടിച്ചതിന് ശേഷം ആ 3 ജീൻസും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അതായത് എ ടു ബി ആണ് ഇപ്പൊ മിഡിൽ എങ്കിൽ എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ബിയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ടോട്ടൽ ഡിസ്റ്റൻസ്. അതിനുശേഷം ജനറ്റിക് മാപ്പ് വരക്കുക. അപ്പൊ നമ്മൾ ഈ ഒരു 3 പോയിന്റ് ക്രോസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്രോസ് ചെയ്തതിന് ശേഷം കിട്ടിയ ഓസ്പ്രിങ്സ് ആണ് കേട്ടോ. ക്രോസ് ജസ്റ്റ് ഇവിടെ വരക്കുകയാണെങ്കിൽ അപ്പം ഇതാണ് ഒന്നാമത്തെ ജീന്, ഇത് രണ്ടാമത്തെ നേരെയാണ് കേട്ടോ വരക്കേണ്ടത്. അതിൽ എ എവിടെയാണ്, ബി എവിടെയാണ്, സി എവിടെയാണ് നമുക്കറിയില്ല. നമുക്ക് ആദ്യം മിഡിൽ ജീന് കണ്ടുപിടിക്കാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള സൊല്യൂഷൻ നോക്കാം. അതിൽ ഒന്നാമത്തത് അവയുടെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഇതിൽ പാരന്റൽ ടൈപ്പ് നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു ഓസ്പ്രിങ്സിന്റെ ഈ ഒരു ടേബിളിൽ നിന്ന് പാരന്റൽ ടൈപ്പ് കണ്ടുപിടിക്കുക. പാരന്റൽ ടൈപ്പ് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. ഈ ഒരു ടേബിളിൽ ഏറ്റവും കൂടുതൽ നമ്പർ ആർക്കാണോ ഉള്ളത്, അതായത് ഏറ്റവും കൂടുതലുള്ള ആദ്യത്തെ രണ്ട് ഹയസ്റ്റ് നമ്പേഴ്സ് ആയിരിക്കും അവയുടെ പാരന്റൽ ടൈപ്പ്. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 350 340 ആണ് ഹയസ്റ്റ്. അവയുടെ പാരന്റൽ ടൈപ്പ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി, സ്മോൾ എ, സ്മോൾ ബി, സ്മോൾ സി. ഈ രണ്ടെണ്ണാണ് അവയുടെ പാരന്റൽ ടൈപ്പ്. ഇനി രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഡബിൾ ക്രോസ് ഓവർ കണ്ടുപിടിക്കുക. അതും വളരെ സിമ്പിൾ ആണ്. ഇതില് 2 സ്മോളസ്റ്റ് നമ്പർ, ഇതിൽ ഏറ്റവും ചെറിയ 2 നമ്പർ, ഇവിടെ 15 ആണ് രണ്ടുള്ളത്. ഡബിൾ ക്രോസ് ഓവർ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ക്യാപിറ്റൽ എ, സ്മോൾ ബി, ക്യാപിറ്റൽ സിയും സ്മോൾ എ, ക്യാപിറ്റൽ ബി, സ്മോൾ സി ആണ് കേട്ടോ ഇവിടെ കൊടുത്തേക്കുന്ന ആ ഒരു ഫ്രീക്വൻസി. നമ്മൾ ഐഡന്റിഫൈ ആ പാരന്റൽ ടൈപ്പും ഐഡന്റിഫൈ ചെയ്തു, ഡബിൾ ക്രോസ് ഓവറും ഐഡന്റിഫൈ ചെയ്തു. ഇനിയാണ് നമ്മൾ മിഡിൽ ജീന് കണ്ടുപിടിക്കുന്നത്. മിഡിൽ ജീന് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു പാരന്റൽ ടൈപ്പ് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡബിൾ ക്രോസ് ഓവറുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുക. അപ്പം ഒന്നാമത്തത് ഇവിടെ ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി എടുത്തു. അത് അതിന്റെ നേരെയുള്ള ക്യാപിറ്റൽ എ, സ്മോൾ ബി, ക്യാപിറ്റൽ സി യുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാണ്. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ ഉള്ള ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത് ഇവിടെ എഴുതിയേക്കുന്നത് ഇവിടെ ഇങ്ങനെയാണ്. ഇതൊന്ന് അയച്ചു കളഞ്ഞേക്കുക, ഞാൻ എഴുതാം. ക്യാപിറ്റൽ എ ഉണ്ട്, സ്മോൾ ബി ഉണ്ട്, ക്യാപിറ്റൽ സി ഉണ്ട്. ഓക്കെ, ഇതാണ് കേട്ടോ ഇവിടെ വരുന്ന ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സാധനം ഇതല്ല കേട്ടോ. അപ്പൊ ക്യാപിറ്റൽ എ, സ്മോൾ ബി, ക്യാപിറ്റൽ സി യുമായിട്ട്, അതായത് ഈ ജീനുമായിട്ട് ഈ ഒരു ക്രോസിനെ നമ്മൾ കമ്പയർ ചെയ്യാണ്. നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെയുള്ള വ്യത്യാസം ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഇവിടെ ആദ്യത്തെ പൊസിഷനിൽ ക്യാപിറ്റൽ എ ആണ്, ഇവിടെയും ക്യാപിറ്റൽ എ ആണ്. രണ്ടാമത്തെ പൊസിഷനിൽ ക്യാപിറ്റൽ ബി ആണ്, ഇവിടെ സ്മോൾ ബി ആണ്. മൂന്നാമത്തെ പൊസിഷനിൽ ഇവിടെ ക്യാപിറ്റൽ സി ആണ്, ഇവിടെയും ക്യാപിറ്റൽ സി ആണ്. അവിടെ ചേഞ്ച് സംഭവിച്ചിട്ടുള്ളത് ഈ രണ്ട് ജീൻസിൽ ചേഞ്ച് സംഭവിച്ചിട്ടുള്ളത് എവിടെ മാത്രമാണ്? ആ ഒരു മിഡിൽ പൊസിഷനിലുള്ള ബിക്ക് മാത്രമാണ്. അപ്പൊ ഏതിന് മാത്രമാണോ ചേഞ്ച് സംഭവിക്കുന്നത് ആ ജീൻ ആയിരിക്കും എപ്പോഴും മിഡിലിൽ നിൽക്കുന്നത്. ഇവിടെ ബി ജീനാണ് ഒറിജിനൽ ആയിട്ടുള്ള ഒരു മിഡിൽ ജീൻ എന്ന് പറയുന്നത്. ഈ ഒരു ജീനിന്റെ ഓർഡർ ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി, ഈ ഒരു ഓർഡറിലായിരിക്കും. നേരെ തിരിച്ച് നിങ്ങൾ രണ്ടാമത്തെ ആ ഒരു ഓസ്പ്രിങ്ങിന്റെ റേഷ്യോ നോക്കിയാലും ഇത് സ്മോൾ എ, സ്മോൾ ബി, സ്മോൾ സി ആണ്. അപ്പൊ ഇതിന്റെ നേരെ നോക്കിയാൽ ഇവിടെ നോക്കിയേ സ്മോൾ എ സെയിം തന്നെ ക്യാപിറ്റൽ ബി ആയി അല്ലെ, അവിടെയും ബിക്ക് മാത്രമാണ് ചേഞ്ച് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതാണ് മിഡിൽ ജീന്. നമുക്ക് ഓർഡർ കിട്ടി. ഇനി ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഡിസ്റ്റൻസ് ആണ്. അതായത് നമ്മൾ ഈ
ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ആദ്യം ക്യാപിറ്റൽ എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസും അതിനുശേഷം ബിയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസും ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ജസ്റ്റ് ആ ഒരു ഓർഡറിൽ പേര് എഴുതി വെക്കാം. ഓക്കെ, ഇത് എ ആണ്, നടുക്ക് വരുന്നത് ബി ആണ്. എഴുത്ത് കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ട്. ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ഇത് ക്യാപിറ്റൽ സി ആണ്. അതിന്റെ നേരെ താഴെ നിങ്ങൾ ഞാൻ എഴുതുമ്പോൾ എന്റെ കൂടെ എഴുതുക, സ്മോൾ ബി, സ്മോൾ സി. അപ്പൊ ഇങ്ങനെയാണ് ട്ടോ ആ ഒരു ഓർഡർ വരുന്നത്. അപ്പൊ ഈ ഒരു ഓർഡറിൽ ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ആരൊക്കെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്? ക്യാപിറ്റൽ എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ബിയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ആ ഒരു ഡിസ്റ്റൻസ് കാൽക്കുലേഷന് നമ്മൾ ഈ ഒരു 3 പോയിന്റ് ക്രോസിൽ രണ്ട് റീജിയൻസിൽ ഈ ഒരു റീകോമ്പിനേഷൻ നടക്കുന്നുണ്ട്. അതായത് ഒന്ന് എവിടെയാണ് നടക്കുന്നത്? ക്യാപിറ്റൽ എക്കും ക്യാപിറ്റൽ ബിക്കും ഇടയിൽ റീകോമ്പിനേഷൻ നടക്കുന്നുണ്ട്. ക്യാപിറ്റൽ ബിക്കും ക്യാപിറ്റൽ സിക്കും ഇടയിൽ റീകോമ്പിനേഷൻ നടക്കുന്നുണ്ട്. അതിന്റെ പിക്ചർ ഒക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ വരച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം ഒന്നാമത്തെ സ്റ്റേജിൽ എക്കും ബിക്കും ഇടയിലുള്ള ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് എക്കും ബിക്കും ഇടയിൽ ഫോം ചെയ്യുന്ന റീകോമ്പിനൻസ് ഏതൊക്കെയാണ് നോക്കണം. അപ്പൊ ഒന്നാമത്തത് നോക്കാം. ഇവിടെ ജസ്റ്റ് ഞാനും അതിന്റെ കൂടെ വരച്ചാല് ഇവിടെയാണല്ലോ ആ ഒരു റീകോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നീല വെച്ചിട്ട് വരക്കാം കേട്ടോ. അപ്പൊ ഇവിടെ എ ആണ്, അപ്പൊ ഇവിടെയാണ് റീകോമ്പിനേഷൻ നടക്കുന്നെങ്കിൽ നമ്മൾ ഈ ഒരു പൊസിഷൻ, ഓക്കെ, ഇങ്ങനെയാണ് ഒന്നാമത്തെ ക്രോസ് വരിക. അതാണ് ക്യാപിറ്റൽ എ സ്മോൾ ബി സ്മോൾ സി എന്ന് പറയുന്നത്. അതാണ് ഒന്നാമത്തെ റീകോമ്പിനന്റ്. അതിന്റെ എണ്ണം എത്രയാണെന്ന് ടേബിളിൽ നോക്കുക, 90 ആണ്. ഓക്കെ, ഇതിന്റെ ഇക്വേഷൻ നമ്മൾ ആ ഒരു റീകോമ്പിനന്റ് ഫ്രീക്വൻസി കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്ക്രൈബ് ചെയ്തതാണ്. അപ്പൊ ഈ ഒരു പോയിന്റിൽ എക്കും ബിക്കും ഇടയിൽ രണ്ട് രീതിയിലുള്ള റീകോമ്പിനേഷൻ നടക്കാം. രണ്ടാമത്തെ റീകോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇവിടെ വെച്ച് തുടങ്ങിയിട്ട് എങ്ങോട്ടേക്ക് പോകും? ഇങ്ങനെ. ഓക്കെ, അതാണ് സ്മോൾ എ ക്യാപിറ്റൽ ബി ക്യാപിറ്റൽ സി എന്ന് പറയുന്നത്. അതിന്റെ ഒരു റേഷ്യോ 80 ആണ്. റേഷ്യോ അല്ല, നമ്പർ 80 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എക്കും ബിക്കും ഇടയിലുള്ള രണ്ട് റീകോമ്പിനന്റിന്റെ നമ്പർ കിട്ടി. സോ നമ്മൾ ഓൾറെഡി ഡബിൾ ക്രോസ് ഓവറിന്റെ നമ്പറും കൂടി കണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ അതും കൂടി യൂസ് ചെയ്തിട്ട് നമ്മൾ റീകോമ്പിനേഷൻ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? ആ ഒരു റീകോമ്പിനന്റ് ടൈപ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഓഫ്സ്പ്രിങ്സ് ഇൻടു 100 ആയിരുന്നു അല്ലെ. ആ ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. അതായത് റീകോമ്പിനേഷൻ ഫ്രീക്വൻസി എത്രയാണോ അത് തന്നെയാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ അതിന്റെ കൂടെ ഈ ഒരു ഡബിൾ ക്രോസ് ഓവറും കൂടി കൂട്ടുകയാണ്. 15 15 30 ആണ് ഡബിൾ ക്രോസ് ഓവർ. അപ്പൊ ഈ ഒരു 3 എണ്ണം കൂടി കൂട്ടിയാലാണ് നമുക്ക് ടോട്ടൽ റീകോമ്പിനന്റ് ടൈപ്പ് കിട്ടുന്നത്. നമുക്ക് ടോട്ടൽ റീകോമ്പിനന്റ് എത്രയാ കിട്ടിയത്? 200 കിട്ടി. ഇനി ഇതിൽ നിന്ന് നമുക്ക് എക്കും ബിക്കും ഇടയിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ടോട്ടൽ റീകോമ്പിനന്റ് അതായത് 200 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഓഫ്സ്പ്രിങ്സ് ഇൻടു 100 നമുക്ക് കിട്ടി 20 സെന്റിമോർഗൻ ആണ്. സോ ഇതാണ് അവയുടെ റീകോമ്പിനന്റ് ഫ്രീക്വൻസി. അത് തന്നെയാണ് അവയുടെ ഡിസ്റ്റൻസ്, എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇതേ സെയിം മാനറിൽ നമുക്ക് ബിയും സിയും കണ്ടുപിടിക്കണം. ഇനി ബിയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ആദ്യം സിക്കും ബിക്കും ഇടയിലുള്ള അല്ലെങ്കിൽ ബിക്കും സിക്കും ഇടയിലുള്ള റീകോമ്പിനന്റ് ടൈപ്സ് ഏതൊക്കെയാണ് നോക്കാം. ഏതൊക്കെയാണ് വരുന്നത്? നമ്മൾ ഈ ആ ഒരു പിക്ചർ ബേസ് ചെയ്തിട്ട് മറ്റൊരു കളർ എടുക്കാം. യെല്ലോ കളർ എടുത്തിട്ട് വരക്കുകയാണെങ്കിൽ ബിക്കും സിക്കും ഇടയിലുള്ളതല്ലേ നമ്മൾ നോക്കുന്നത്. അതിൽ ഒന്ന് വരുന്നത് ഇവിടെ നിന്ന് തുടങ്ങിയാൽ എ ബി സി അല്ലെ, ഇതാണ് ഒന്നാമത്തത്. ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി സ്മോൾ സി. അത് എത്രയാണ് ഇവിടെ തന്നിട്ടുള്ളത്? 60 എണ്ണാണ് ഇവിടെ തന്നിട്ടുള്ളത്. പിന്നെ വരുന്നത് സ്മോൾ എ സ്മോൾ ബി ക്യാപിറ്റൽ സി. ഇതാണ് വരുന്നത് എ ബി സി. അത് എത്ര എണ്ണ തന്നിട്ടുള്ളത്? 50 എണ്ണാണ് തന്നിട്ടുള്ളത്. സോ സിക്കും ബിക്കും ഇടയിലുള്ള രണ്ട് റീകോമ്പിനൻസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ടോട്ടൽ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഡബിൾ ക്രോസ് ഓവറും ആയിട്ട് ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ 140 റീകോമ്പിനന്റ് ടൈപ്പ് കിട്ടും. ഇനി നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. 140 ഡിവൈഡഡ് ബൈ ടോട്ടൽ 1000 ഇൻറ്റു 100. അപ്പൊ എത്ര കിട്ടി? 14 സെന്റിമോർഗൻ കിട്ടി. സോ നമുക്ക് സിക്കും ബിക്കും ഇടയിലുള്ള ഡിസ്റ്റൻസും കിട്ടി, എക്കും ബിക്കും ഇടയിലുള്ള ഡിസ്റ്റൻസും കിട്ടി. ഇനി നമുക്ക് ലാസ്റ്റ് ആൻസർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ജനറ്റിക് മാപ്പ് ഡ്രോ ചെയ്യാം. ജനറ്റിക് മാപ്പ് ഡ്രോ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ബി നടുക്ക്, എ ഫസ്റ്റ്, ദെൻ സി തേർഡ്, ദെൻ എക്കും ബിക്കും ഇടയിലുള്ള ഡിസ്റ്റൻസ് 20 സെന്റിമോർഗൻ ആയിരുന്നു. ബിക്കും സിക്കും ഇടയിലുള്ളത് 14 സെന്റിമോർഗൻ ആണ് കിട്ടിയിട്ടുള്ളത്. സോ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടുള്ള കാൽക്കുലേഷൻ എന്ന് പറയുന്നത്.